അങ്ങനെ ഇക്കൊല്ലത്തെ ലാസ്റ്റിലെ മാംഗോസ് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. അത് പഴുപ്പിക്കാൻ വെക്കുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് എണ്ണം കേടുവരാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങ പറിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചുടുവെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട്, ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുക. ഡ്രൈ ആയ ശേഷം ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത്യാവശ്യം ഒരുപാട് കേടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് എണ്ണം കളയുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. കിളിച്ചുണ്ടൻ മാങ്ങയാണിത്. അപ്പോൾ നമ്മൾ കഴുകി കളയുമ്പോൾ ഇതിൻ്റെ തൊലിപ്പുറത്തുണ്ടായിരുന്ന പുഴുവിൻ്റെ മുട്ടകളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് മാംഗോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാടെണ്ണം കളഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ശരിക്കും പഴുപ്പിക്കാൻ വെക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. ഓരോ മാങ്ങയും ഓരോ ടൈപ്പാണല്ലോ. അങ്ങനെ ഇതാ ഇത്ര എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മാംഗോസാണ്. നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മാവ്. നമ്മൾ ടെറസിൽ നിന്ന് തന്നെ മാങ്ങ പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഇനി ക്ലീൻ ആക്കണം. ആകെ പൊഴിഞ്ഞ് കിടക്കുകയാണ് ഇലകളും മാംഗോസൊക്കെ ആയിട്ട്. മാങ്ങ പറിക്കാൻ കയറിയപ്പോഴാണ് മോന് ചെറിയ പുളിയുറുമ്പിൻ്റെ കൂട് കണ്ടത്. അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പുളിയുറുമ്പിൻ്റെ കൂടൊക്കെ നമ്മൾ കുട്ടികളാകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവർ ഇതൊക്കെ ഇപ്പോഴാണ് എപ്പോഴെങ്കിലൊക്കെ കാണാറുള്ളൂ. അങ്ങനെ മാംഗോസ് എല്ലാം തുറന്ന് നോക്കുകയാണ്. ഇതാ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പഴുത്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളത്. നോക്കാതിരുന്ന് കഴിഞ്ഞാൽ പഴുപ്പ് അധികമായി പോവും. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.